നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിലാണ് ഈ വിധത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ ഏകദേശം ഒരു 50 മീറ്ററോളം ദൂരത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒന്നൊന്നല്ല, അതും ചെറിയ വരകളാണ് രൂപപ്പെട്ടത്. പിന്നീട് അത് വലിയ വിള്ളലുകളായി മാറുകയാണ് ചെയ്തത്. ഇത് ചെങ്കള നീലേശ്വരം റീച്ചിലാണ്. ചട്ടഞ്ചാൽ മേൽപ്പാലമാണ്. മേഘ കമ്പനിയാണ് ഇവിടെ ഈ നിർമ്മാണം നടത്തിവരുന്നത്. കമ്പനിക്കെതിരെ നേരത്തെ തന്നെ ഗുരുതരമായ പരാതികൾ ഉയർന്നു വന്നതാണ്. ഏതായാലും നാട്ടുകാർ കൂടുതലായി ഇവിടെ സംഘടിച്ച് പ്രതിഷേധത്തിലാണ്. ഒപ്പം 200-300 മീറ്ററോളം വിള്ളൽ റോഡ് രണ്ടായിട്ട് പടർന്നിട്ടുണ്ട്. ഇത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ആ കമ്പനിയുടെ നിർമ്മാണത്തിലെ അപാകതയാണ്. വൻ അഴിമതിയാണ് ഇതിലുള്ളത്. ഇതിൽ ആരൊക്കെ ഉത്തരവാദി അവരൊക്കെ പുറത്തു കൊണ്ടുവരണം. ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിൻ്റെ പിന്നിലുണ്ട്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിൻ്റെ അധികൃതരോട് നമ്മൾ പറഞ്ഞു, ഇതിങ്ങനെ സാറേ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. ഒരു മര്യാദ അവർ കാണിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. താഴെ തെക്കിൽ 100 മീറ്റർ കഴിഞ്ഞാൽ തെക്കിൽ വലിയ ഇറക്കാണ്. ആ ഇറക്കം കയറിയിട്ട് വന്നിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ കുന്നാണ്. ഇത് ആരെ പ്ലാനിങ് ആണ്? മുമ്പ് ഇത് താണ്ടാന്ന് പോയിട്ടുണ്ടായത്. ഇത് അലവൻറ്റ് മാറ്റിയത് ആരും അറിയില്ല. ഇത് ഒരു അലവൻറ്റും ആർക്കും ജനങ്ങൾക്ക് MLA-ക്കോ MP-ക്കോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ആർക്കും കാണിക്കുന്നില്ല. ഒന്നും ജനങ്ങൾ അറിയുന്നില്ല. വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. ഇത് എവിടെ പോകണം അതുമില്ല. ഒരു പണി നടക്കുന്നില്ല. ഇതിപ്പം ഇത് നിൽക്കുന്ന താഴോട്ടേക്ക് ഈ ടാറ് ചെയ്തത് കൊണ്ട് നമുക്ക് മനസ്സിലായി, പൊടി ഇട്ടത് കൊണ്ട്. ഇല്ലെങ്കിൽ അതങ്ങനെ പോകും. ടാറ് ഇതിൽ നമുക്കറിയുന്നില്ല വിള്ളലുണ്ടായത്. पूरा हिंदी वाला है, हिंदी वाला सुपरवाइजर इंजीनियर पूरा हिंदी वाला है. उसको मानने के एक काम बराबर नहीं है. 8ാം ക്ലാസ് പഠിക്കുന്ന എഞ്ചിനീയറാന്ന് തോന്നുന്നു. 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയറാണ് കൊണ്ട് പണിയെടുക്കുന്നത്. ഇപ്പോൾ ഈ 5 മണിക്കുണ്ടായ പൊട്ട് കൂടിക്കൊണ്ട് വരുന്നത് നിർമ്മാണത്തിലെ അഴിമതിയാണ്. ഈ കമ്പനിയെ ആര് നിയന്ത്രിക്കും? കളക്ടർ പറഞ്ഞാൽ അവർ കേൾക്കില്ല, MP-യോ MLA-മാരെ പറഞ്ഞാൽ അവർ കേൾക്കില്ല, DDC മീറ്റിങ്ങിലെ തീരുമാനം അവരനുസരിക്കില്ല. ഈ കമ്പനി ആര് നിയന്ത്രിക്കും? ജനങ്ങൾക്ക് ഭീതിയിലാണ് കഴിയുന്നത്. മറ്റൊരു കൂരിയാട് ആവർത്തിക്കും. റോഡിൻ്റെ 2 ഭാഗത്തും കുറച്ച് സ്ഥലത്ത് മാത്രം അവിടെ ഈ പൊടിയൊക്കെ വിതറി വിള്ളലുകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. തഹസിൽദാർ പറഞ്ഞതുപോലെ സ്ഥലത്ത് പരിശോധന നടത്തി ജില്ലാ കളക്ടർ ഇവിടെ എത്തി പരിശോധിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.